ഒരു ചരിത്ര സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. 1967 ജൂൺ 7 അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് ഇസ്രായേൽ റേഡിയോയിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ദ ഓൾഡ് സിറ്റി ഓഫ് ജെറുസലേം ഈസ് അണ്ടർ അവർ കൺട്രോൾ. സിക്സ് ഡേ വാർ 6 ദിവസം കൊണ്ട് അവസാനിച്ചില്ലെങ്കിലും ജൂൺ 7 അതിൻ്റെ ക്ലൈമാക്സ് എന്ന് ഷീൽഡ് ഓഫ് ഡേവിഡ് ദ സ്റ്റോറി ഓഫ് ഇസ്രായേൽസ് ആംഡ് ഫോഴ്സ് എന്ന പുസ്തകത്തിൽ ഈഗൾ അലോൺ പ്രതിപാദിക്കുന്നുണ്ട്. ബിനായ് ബർഗ് പെഡസ്ട്രിയൻ ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെസ്റ്റ് ജെറുസലേമിനെ ഈസ്റ്റ് ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന അതിസവിശേഷമായൊരു കാൽനട പാതയാണിത്. 1967 ജൂൺ 7 മുന്നേ 2 രാജ്യങ്ങളായിരുന്നു എൻ്റെ ഇടതും വലതും, ഇസ്രായേലും ജോർദാനും. ഇക്കാണുന്ന ഹെബ്രോൺ റോഡ് അക്കാലത്ത് നോമാൻസ് ലാൻഡ് ആയിരുന്നു. 2 ഭാഗത്തുമായി അതിർത്തികൾ വേർതിരിക്കുന്ന മുള്ളുവേലികളും പ്രദേശമാകെ ഗ്രനേഡ്സും മറ്റ് എക്സ്പ്ലോസീവ്സും ഒക്കെയായിരുന്നു. ഇവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എത്ര കലുഷിതമായിരുന്നു ആ അന്തരീക്ഷമെന്ന്. ജെറുസലേമിൻ്റെ ആത്മാവായ സിയോൺ മലയിലേക്ക് ഇവിടെ നിന്നുമുള്ള ഒരു പാലത്തെക്കുറിച്ച് മിഡ്രാഷിൽ പറയുന്നതായി റോബർട്ട് സ്റ്റോൺ ഡമാസ്കസ് ഗേറ്റ് എന്ന തൻ്റെ നോവലിൽ പറയുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഒരു കാലത്ത് നോമാൻസ് ലാൻഡ് ആയിരുന്നു എന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എൻ്റെ വലതുവശത്ത് ഇസ്രായേലും ഇടതുവശത്ത് ജോർദാനും, ആ 2 രാജ്യങ്ങൾക്കിടയിലുള്ള നോമാൻസ് ലാൻഡ് ആയിരുന്നു ഈ കാണുന്ന റോഡ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ ചില പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ മരത്തിൻ്റെ കഥയിൽ ഈ സ്ഥലത്തിനുള്ള അഥവാ ഈ പാലത്തിനുള്ള പ്രത്യേകത എന്താണ് എന്നല്ലേ, നമ്മൾ അതിലേക്കാണ് വരുന്നത്. ദാവീദ് രാജാവിന് ദൈവത്തിനായുള്ള ഒരു ആലയം പണിയാനായില്ല എന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ. അക്കാലത്ത് മോറിയ മലയിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ വനം ജെറുസലേമിലേക്കുള്ള ഒരു പാലത്തിൻ്റെ ഭാഗമായി. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ദാവീദിൻ്റെ പുത്രൻ സോളമൻ ദാവീദിൻ്റെ പിൻഗാമിയായി. സോളമൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ പഴന്നുകൊണ്ടിരുന്ന സമയം. വിവേകത്തെ മൾട്ടി ഫോൾഡഡ് അഥവാ പല അടരുകൾ ഉള്ളത് എന്നതാണ് ഹീബ്രു വിശ്വാസം. സോളമന്റെ വിവേകത്തെക്കുറിച്ച് ഹീബ്രു ലെജൻഡ്സ് പറയുന്നത് 49 വാതിലുകൾ കടന്നത് എന്നാണ്. അങ്ങനെ വർദ്ധിച്ചു വന്ന സോളമന്റെ വിവേകത്തിന്റെ കഥകൾ ഷേബ രാജ്ഞിയുടെ ചെവിയിലുമെത്തി. അക്കാലത്ത് അതിസമ്പന്നമായിരുന്ന ഷേബ രാജ്യവും പ്രത്യേകിച്ച് അവിടുത്തെ ക്രിട്ടോൺ എന്ന നഗരത്തെക്കുറിച്ച് ലൂയിസ് ഗിൻസ്ബർഗ് ലെജൻഡ്സ് ഓഫ് ദി ബൈബിൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഡസ്റ്റ് ഈസ് മോർ വാല്യുബിൾ ദാൻ ഗോൾഡ് ദെയർ ആൻഡ് സിൽവർ ഈസ് ലൈക്ക് മഡ് ഓഫ് ദ സ്ട്രീറ്റ്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ മണ്ണിനേക്കാൾ സ്വർണം കുമിഞ്ഞുകൂടിയ നഗരം എന്നത്രേ. അത്രയധികം സമ്പന്നമായ രാഷ്ട്രനായിക സോളമന് വളരെയധികം സമ്മാനങ്ങളുമായി ഇവിടെ എത്തി. സോളമന്റെ കൊട്ടാരത്തിലേക്കുള്ള പാലത്തിലൂടെ രാജാവിൻ്റെ പരിവാരങ്ങളാൽ ആനയിക്കപ്പെട്ട് അവർ ഒരു ഘോഷയാത്രയായി മുന്നോട്ട് പോവുകയായിരുന്നു. പൊടുന്ന തന്നെ രാജ്ഞി പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കൂറ്റൻ തടിക്ക് മുന്നിൽ കുമ്പിട്ട് ആത്മാവിനാൽ പ്രചോദിതയായി പ്രവചിച്ചു: ഈ തടി ഇസ്രായേലിന്റെ രാജാവിന്റെ ഉന്നതിക്ക് ഒരു ഉപകരണമാകും. രാജ്ഞിയുടെ വാക്കുകൾ സോളമന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം അധികം വൈകാതെ തന്നെ വിശുദ്ധമരം അവിടെ നിന്നും അടർത്തിയെടുപ്പിച്ചു. ആലയത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. വിശുദ്ധമരം പാലത്തിന്റെ ഭാഗമായത് എങ്ങനെയെന്നല്ലേ?
ഇവിടെ നിന്നും ഏതാനും ഫർലോങ് അകലെയുള്ള മോറിയ മലയിൽ സൂക്ഷിച്ചിരുന്ന ആ കാമ്പുള്ള മരം പണിക്കാർ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു എന്നാണ് ലെജൻഡ്സ് പറയുന്നത്. അതെ, ബോബ് മെർലിയുടെ റിഡംപ്ഷൻ സോങ് തന്നെയാണ്. ഇതെന്താ ഇവിടെ നിന്നല്ലേ? ഈ ഒരു അനുബന്ധം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അന്ന് ഷേബാരാജ്ഞി സോളമനെ കണ്ടു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അമൂല്യമായ മോതിരം രാജ്ഞിക്ക് സമ്മാനമായി നൽകി. അത് എത്യോപ്യൻ റൂളിംഗ് ഫാമിലിയിലൂടെ തലമുറകൾ കൈമാറി അവസാന റസഫാൻ എന്നറിയപ്പെടുന്ന എംപറർ ഹേലി സലസിയുടെ കിരീടദാന സമയത്ത് അദ്ദേഹത്തിന്റെ വിരലുകളിൽ അണിയിക്കപ്പെട്ടു. മോശെ, അബ്രഹാം, ദാവീദ്, സോളമൻ, യേശുക്രിസ്തു ഒക്കെ ഉൾപ്പെടുന്നത് എന്ന് അവർ വിശ്വസിക്കുന്ന റസഫാനേറിയൻ ചങ്ങലയിലെ 72ാമത്തെ കണ്ണിയായിരുന്നു അദ്ദേഹം. സവിശേഷമായ ആ മോതിരം സലസിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ പ്രിൻസ് അസ്വ ഊസൺ ബോബ് മെർലിക്ക് സമ്മാനമായി നൽകി. തിളങ്ങുന്ന കറുത്ത കല്ലിൽ ജൂഡേൻ സിംഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ആ മോതിരത്തെക്കുറിച്ച് ബോബ് മെർലി തൻ്റെ അമ്മ സെഡിലയോട് പറയുമായിരുന്നു. സംതിങ് ദിസ് റിംഗ് ഇറ്റ് ബേൺ മൈ ഫിംഗർ ലൈക്ക് എ ഫയർ. സോളമന്റെ ആ മോതിരവും അണിഞ്ഞ് ജമൈക്കയുടെ ഗായകൻ ലോകത്തിന് വേണ്ടി വൺ ലവും റിഡംപ്ഷൻ സോങ്ങും ഒക്കെ പാടുന്നുണ്ട്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സോങ് ഓഫ് ഫ്രീഡം എന്നൊക്കെ അദ്ദേഹം പാടുമ്പോൾ നമ്മൾ ആ വരികളിലെ ആഴം മനസ്സിലാക്കാതെ അയാൾ കഞ്ചാവാണോ, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയേ നോക്കുന്നുള്ളൂ. കേരളത്തിലായിരുന്നുവെങ്കിൽ ലഹരി കേസിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നേനെ ബോബ് മെർലിക്ക്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു കേസ് കൂടി ഉണ്ടായേനെ. കാരണം നിഗൂഢമായ ആ കറുത്ത കല്ലിന്മേൽ ഒരു സിംഹത്തിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നുവല്ലോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആ അപൂർവ പ്രതിഭ അമൂല്യമായ ആ മോതിരവും വിരലിൽ അണിഞ്ഞുകൊണ്ടാണ് അന്ത്യനിദ്ര കൊള്ളുന്നത്.